നിങ്ങളെ വന്ദനം പറയുന്നു. ഈ ഉൽപ്രാവണം എന്ന വിഷയം നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വരുന്നതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതും പറയുന്നു, കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവർ അവനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ. അപ്പോൾ ഈ ഉൽപ്രാപണം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയുടെ ഒരു 99% ആളുകൾ വിശ്വസിക്കുന്ന കാര്യമാണ്. നമ്മളിങ്ങനെ റാഞ്ചി കൊണ്ടുപോകും. അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. ഹർപാസോ എന്നൊരു വാക്കുണ്ട്. ഹർപാസോ, റാഞ്ചി കൊണ്ടുപോവുക, കോട്ടപ്പ്, ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. ആക്ച്വലി നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ഇത് എന്തോ സംഭവം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ബൈബിളിനെ ബൈബിൾ കൊണ്ട് മാത്രമേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. ഈ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പാസ്റ്ററോട് ചോദിച്ചു നോക്കുക, ഈ അന്ത്യകാല ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു പാസ്റ്ററോട് ചോദിച്ചു, അവർ പറയും കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. എന്തിനാ ചോദിച്ചാൽ ഈ കർത്താവിൻ്റെ ഗംഭീരനാദം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഈ മരിച്ചവർ, ഈ ഭൂമിക്കകത്ത് കിടക്കുന്ന ആളുണ്ടല്ലോ, മണ്ണിൽ ലയിച്ച് കിടക്കുന്നത്. മണ്ണിൽ ലയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച് മണ്ണോട് മണ്ണായി പോയ ആളുകൾ ആ ശബ്ദത്തിൻ്റെ മുമ്പിലാണ് കല്ലറ തുറന്ന് പുറത്ത് വരണം. പിന്നെ പ്രധാന ദൂതൻ്റെ ശബ്ദം. പ്രധാന ദൂതൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ആകാശത്തിൻ്റെ മേളിൽ ഇങ്ങനെ കുറേ പിശാചുകൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവരുടെ, ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം കർത്താവിൻ്റെ സഭ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉയരത്തിലോട്ട് പോകുന്നത് തടസ്സമായിട്ട് ഈ പൈശാചിക ലോകം ഇങ്ങനെ നിൽക്കും. ആ നിൽക്കുന്ന പൈശാചിക ലോകത്തെ തടയാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി, അവരെ അടിച്ചോട്ടിക്കാൻ വേണ്ടിയാണ് ഈ പ്രധാന ദൂതന്റെ ശബ്ദം. പിന്നെ ദൈവത്തിന്റെ കാഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ വിളിച്ചു കൂട്ടുക. ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ആളുകളെ വിളിച്ചു കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ആണ് ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത് ഈ കർത്താവിൻ്റെ വരവോടുള്ള ബന്ധത്തിൽ. അപ്പം ഇങ്ങനെ വാക്യങ്ങളെടുത്ത് സ്വന്തമായ നിലയിൽ അങ്ങ് വ്യാഖ്യാനിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആകാശവും ഭൂമിയും പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയ ആള് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ, അവൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോൾ തടസ്സമായിട്ട് കുറേ ഞാഞ്ഞൂല് കൂലിപ്പട്ടാളം, അത് ഗുണ്ടകൾ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് നിൽക്കുന്നതിനോട്ട് പിശാച് ഇങ്ങനെ നിൽക്കും എന്നങ്ങ് പറയുമ്പം അതിനെ തടസ്സം ചെയ്യാൻ ദൂതനെ അയക്കേണ്ട ഗതികേട് ദൈവത്തിന്. എന്തൊരു ദൈവമാണ് ഇതൊക്കെ! സത്യം പറഞ്ഞ് ഒരു പിശാച് എതിരെ നിൽക്കുന്ന ദൈവം. സത്യം പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് വിചാരിക്കാറുണ്ട്, ഇവർക്ക് എന്തോ വിശ്വസിക്കുന്നത് ഇത്. ഈ പിശാച്, നിങ്ങൾ സഭ ഏറ്റവും കൂടുതൽ കേട്ടിട്ടില്ലേ, ഏറ്റവും കൂടുതൽ പ്രസംഗർ ഉപയോഗിക്കുന്ന പദങ്ങളിലൊന്നാണ് സാത്താൻ, പിശാച്, ബന്ധനം, തകർക്കുന്ന വെല്ലുവിളികൾ, എന്തൊക്കെയോ ഇങ്ങനെയുള്ള എന്തൊക്കെ കുറേ സാധനങ്ങൾ. ഇതിങ്ങനെ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തിയാണ് നമ്മൾ പോകുന്നത്. അപ്പം പൈശാചിക ലോകം ഇങ്ങനെ ഉൽപ്രാവണത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ ഗംഭീരനാദത്തോടുകൂടി ആര് വരുമെന്നാണ്. മീഖായേലിനെയൊക്കെ പ്രധാന ദൂതന്റെ ശബ്ദം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ പ്രധാന ദൂതൻ എന്ന് പറഞ്ഞ ആൾ ആരാണ്? മീഖായേൽ അല്ലേ? ഈ മീഖായേൽ ആരുടെ പ്രഭുവോ? സഭയുടെ പ്രഭുവാണ്. നമ്മൾ ബൈബിൾ നോക്കി, ബൈബിൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കണം. പ്രധാന ദൂതൻ എന്ന് പറയുന്ന ആ മീഖായേല് ഇസ്രായേലിന്റെ പ്രഭുവാണ്. അത് നമ്മൾ ദാനിയേൽ 12:1 വായിച്ചു നോക്കണം. ദാനിയേലിനോട് പറയും, നിന്റെ സ്വജാതിക്കാരുടെ പ്രഭുവായ മീഖായേൽ. അപ്പൊ പ്രധാന ദൂതൻ എന്ന് പറയുന്ന ആള് മീഖായേലാണ്. അപ്പൊ മീഖായേലിന്റെ ശബ്ദം ആർക്ക് വേണ്ടിയുള്ള ശബ്ദമാണ്? ഇസ്രായേൽ സ്വജാതി ആരാ? ദാനിയേലിന്റെ സ്വജാതി ആരാ? നമ്മളാണോ? അല്ലല്ലോ, അത് യഹൂദനല്ലേ. അപ്പൊ യഹൂദന്മാരോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. ഈ കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇത് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ, ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേലാണ്, അല്ലെങ്കിൽ റിസറക്ഷൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, പുനരുത്ഥാനം. ഇസ്രായേലിനെ അവിടെ നിന്ന് രക്ഷിക്കണം, മടക്കി കൊണ്ടുവരണം. ചിതറിപ്പോയ ഇസ്രായേലിനെ മടക്കി ക്രിസ്തുവേശു എന്ന് പറയുന്ന ആ ആളിലൂടെ മടക്കി കൊണ്ടുവരണം. അതാണ് ദൈവത്തിന്റെ പ്രോഗ്രാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പോസ്റ്റൽ പ്രവൃത്തി, ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിനെ കുറിച്ചൊരു കുറേ കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, പഠിപ്പിക്കുന്നുണ്ടത്. അത് ആക്ച്വലി റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേലിന്റെ പുനരുത്ഥാനമാണ്. ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചാണ് അപ്പോസ്റ്റൽ പ്രവൃത്തി പറയുന്നത്. നമ്മൾ അതിനെടുത്ത് ചർച്ച് ഗ്രോത്ത്, മിഷൻ പ്രവർത്തനം, മിഷണറി യാത്ര, ഈ പെന്തിക്കോസുകാർ വന്നിട്ട് എന്തെല്ലാം കോളമാക്കിയത്.
മിഷണറി യാത്ര, ചർച്ച് ഗ്രോത്ത്, മാസ് ഇവാഞ്ചലൈസേഷൻ. എൻ്റെ പൊന്നു സഹോദരന്മാരെ, അപ്പോസ്തല പ്രവൃത്തിയുടെ പ്രമേയം എന്ന് പറഞ്ഞാൽ റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ. ഇതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു പുസ്തകം എടുത്തിട്ട് നമ്മൾ സ്വന്തമായിട്ടങ്ങ്, ഇപ്പം ഞാൻ എൻ്റെ ബൈബിൾ എടുത്തിട്ട് സത്യവേദ പുസ്തകത്തിൻ്റെ താഴെ ഞാൻ എൻ്റെ പേരങ്ങ് എഴുതിയിട്ട് പറയാം ഇത് എൻ്റെ പുസ്തകം എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് ഇതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് പർപ്പസാണ് ഇത് എഴുതിയേക്കുന്നത്, ആർക്ക് വേണ്ടി എഴുതി, എന്താ ഇതിൻ്റെ ഉദ്ദേശം. അപ്പം കർത്താവ് ഗംഭീരനാഥത്തോടെ വരും. ഇത് എല്ലാ ആളുകളും പാടുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ആവേശത്തോടെ പറഞ്ഞ ഞാനും പാടിയിട്ടുണ്ട്. പിന്നെ ഇത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, അയ്യോ ഇത് സത്യം പറഞ്ഞ ഇത് വല്ലോൻ്റെയും കാര്യമായി പറഞ്ഞേക്കുന്നത്. എടാ ഇത് അയൽവക്കത്ത് നടക്കുന്ന കല്യാണമാണോ, നമ്മുടെ അല്ലിത്. എടാ ഏതോ ഒരുത്തൻ കല്യാണം ഉണ്ടാക്കി, കല്യാണത്തിന്റെ മണ്ഡപം ഉണ്ടാക്കി, ആ മണ്ഡപത്തിൽ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന പോലെ ഉള്ളൂ. എൻ്റെ കല്യാണത്തിന് ഞാൻ പോയിരിക്കുന്ന പോലല്ല, വല്ലോൻ്റെ കല്യാണത്തിന് ഞാൻ പോയിരിക്കുന്ന പോലെ ഉള്ളൂ. അപ്പം നമ്മുടെ അല്ലിത്. ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോസ്തലൻ പൗലോസ് എപ്പോഴും പറയുന്ന മറ്റൊരു വാക്കുണ്ട്. ഞാൻ അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം ഈ ലേഖനങ്ങളിലൂടെയും സഭയിലെ പഠനങ്ങളിലൂടെയും രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവൃത്തി 26:23 വായിക്കണം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് മനസ്സിലായ പൗലോസിന്റെ വാക്കെന്താന്ന്? ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പറഞ്ഞതാണ് പറയുന്നത്. അതായത് ശ്രദ്ധിച്ചു കേൾക്കണം. ദ എസ്കറ്റോളജി അല്ലെങ്കിൽ ഭാവി കാലത്തെ സംബന്ധിച്ച അപ്പോസ്തലനായ പൗലോസിന്റെ പഠനങ്ങളെല്ലാം തന്നെ പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ലെന്ന്. അപ്പം അന്ത്യകാലത്തെക്കുറിച്ച് അപ്പോസ്തലൻ തെസലോനിക്കർക്കും കൊരിന്ത്യർക്കും എവിടെയെല്ലാം തന്റെ ലേഖനങ്ങളിലൂടെ ഇത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ പ്രവാചകന്മാരും മോശയും പറഞ്ഞതാണ്. നിങ്ങൾ ഇത് പുതിയതല്ലത്, സഭയ്ക്ക് എന്തോ പുതുതായിട്ട് ഇറക്കി കൊടുത്തതല്ലിത്. ഇത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. അപ്പം അതാ ഞാൻ പറഞ്ഞു, എപ്പോഴും ഈ എസ്കറ്റോളജി മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം വായിക്കണം, നമ്മൾ പഠിക്കണം, പഴയ നിയമത്തിലേക്ക് പോകണം. പഴയ നിയമത്തിലാണ് ഇത് എഴുതി. അപ്പൊ കർത്താവ് താൻ ഗംഭീരനാഥം പ്രധാന ദൂതന്റെ ശബ്ദം, ഇത് പഴയ നിയമത്തിൽ എവിടെ എഴുതിയേക്കുന്നത്? ഇതെന്താണ്? ഇതിനെ സംബന്ധിച്ച സൂചനകൾ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മെസ്സേജ് ഡെലിവറി ചെയ്യുന്നത്, ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പോകേണ്ടത്, ഇതുപോലുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇതെന്താ ഇത്? ഈ കാകളധ്വനി, അങ്ങോട്ട് കയറി പോവുക, അവ ഇങ്ങോട്ട് ഇറങ്ങി വരിക, ഈ സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പം നമുക്ക് രണ്ട് ഭാഗങ്ങളിൽ പഴയ നിയമത്തിൽ ഈ ഒരു സംഭവം കാണാൻ പറ്റും. അത് ഒന്ന് പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായവും, രണ്ട് പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായമാണ്. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, ഈ ഉൽപ്രാപണം എന്ന് പറയുമ്പോൾ ചുമ്മാതെ കാട് കയറി ആവശ്യമില്ലാതെ വ്യാഖ്യാനം വന്ന് ജനത്തെ കബളിപ്പിക്കുന്നത്. ചെക്ക് ദ ബൈബിൾ ആൻഡ് ഇന്റർപ്രറ്റ് ദ ബൈബിൾ വിത്ത് ദ ബൈബിൾ. അതാണ് അനലോളജി ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞതാണ്. സോ ഞാൻ ഒരിക്കലും എൻ്റെ സ്വന്തം വ്യാഖ്യാനങ്ങൾ പോകാറില്ല. ജസ്റ്റ് എപ്പോഴും ബൈബിളിനെ ബൈബിൾ കൊണ്ട് മാത്രമേ ഞാൻ വ്യാഖ്യാനിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ പോകണം, പുറപ്പാടിൽ പോകണം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മൾ എന്താ കാണുന്നത്? അപ്പം ഈ കർത്താവ് ഗംഭീരതാത്തോടും പ്രധാനതോടും ശബ്ദത്തോടൊക്കെ വരുന്നെന്നും നമ്മൾ സ്വർഗത്തിലേക്ക് മേഘങ്ങൾ എടുക്കപ്പെടുമെന്നും ഒക്കെ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെന്തോ ഈ സംഭവം അത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഒരു നിഴല് നമുക്ക് പഴയ നിയമം പുറപ്പാട് 19 കാണാൻ പറ്റും. അത് നിങ്ങൾ 1 മുതൽ വായിച്ചാൽ മതി. ഞാനത് 1 മുതൽ വായിച്ചാൽ ഒത്തിരി സമയമെടുക്കും. ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. 10-ാം വാക്യം മുതൽ ഞാൻ ജസ്റ്റ് വായിക്കണേ. 19-ാം അധ്യായം. അവർ വസ്ത്രം അലക്കി മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിൽ ഇറങ്ങി. എപ്പോഴും 3-ാം നാളെന്നൊക്കെ പറയുന്നത് ദ ഡേ ഓഫ് റിസറക്ഷൻ. അപ്പം ഈ സൂചന ഞാൻ മനസ്സിലാക്കേണ്ടത് ഡേ ഓഫ് റിസറക്ഷൻ, ഉയർപ്പിന്റെ ദിവസം. അപ്പം 3-ാം ദിവസം ഇറങ്ങട്ടെ, സീനായിൽ ഇറങ്ങും. അതായത് യഹോവ ദൈവം സകല ജനവും കാണുക എങ്ങനെ ഇറങ്ങും? സീനായിൽ ഇറങ്ങി വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയേക്കുന്ന എന്തുവാ? കർത്താവ് ഗംഭീരനാഥ പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങും. ഇവിടെ എഴുതിയേക്കുന്ന എന്തുവാ? യഹോവ സീനായി പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങും. ഓക്കെ,
ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. നീ അവർക്കായി ചുറ്റും ഒരു അതിർ തീർക്കണം. ഒരൊറ്റ ആളും എങ്ങോട്ട് കയറരുത്, പർവ്വതത്തിനടുത്ത് വരാൻ പാടില്ല. ഇത് ഓൾഡ് ഗവൺമെന്റ് കേട്ടോ. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. 13-ാം വാക്യം, കൈ തൊടാതെ അവരെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോട് ഇരിക്കരുത്. കാഹളം ദീർഘമായി ധ്വനിക്കുകയും അവർ പർവ്വതത്തിന് അടുത്ത് ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിന് അടുത്ത് വരട്ടെ. അപ്പൊ ഇവിടെ എന്തുണ്ട്? സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്നു. അപ്പൊ ഇവിടെ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു? കാഹളം ദീർഘമായിട്ട് ധ്വനിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാഥന് പ്രധാനത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരും. അപ്പൊ കാഹളമുണ്ട്. അപ്പൊ കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ ജനം എന്ത് ചെയ്യണം? അടുത്ത് വരട്ടെ. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? സോ അപ്പോസ്തലൻ പോൾ ഈസ് ടേക്കിംഗ് എവറിത്തിങ് ഫ്രം ദ പ്രൊഫറ്റ്സ് ആൻഡ് മോസസ്. സോ അങ്ങനെയാണ് തെസ്സലോനിക്ക ലേഖനത്തിലുള്ള ഈ സംഭവം ഹി വാസ് ടേക്കിംഗ് ഓൾ ദീസ്. എല്ലാം എടുത്ത് എവിടെ നിന്നാണ്? ഓൾഡ് ഗവൺമെന്റിൽ നിന്നാണ്. ഓക്കെ. അപ്പൊ മോശ പർവ്വതത്തിന് ജനത്തിനടുക്കി ഇറങ്ങി ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ച് ഒരു വസ്ത്രം അലക്കുകയും ചെയ്തു. അവൻ ജനത്തോട് 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിപ്പിൻ, നിങ്ങളുടെ ഭാര്യമാർ അടുക്കൽ ചെല്ലരുത്. 3-ാം ദിവസം നേരം വെളുക്കുമ്പോൾ ഇടിമുഴക്കവും മിന്നലും. ഈ ഇതിനെല്ലാത്തിനും ന്യൂ കവനന്റിനകത്തൊരു വ്യാഖ്യാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കോട്ടെ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നേരം 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കം, മിന്നൽ, വലിയ ദൈവ കർത്താവ് ഗംഭീരനാദം. അതാ ഇടിമുഴക്കം മിന്നലും. ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് ബൈബിളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇടിമുഴക്കത്തിൽ സംസാരിക്കുന്ന ദൈവം. ഇടിമുഴക്കം മിന്നലും. പർവ്വതത്തിൽ കാർമേഘം, ക്ലൗഡ്, മേഘത്തിൽ. വായിച്ചിട്ടില്ലേ വെളിപ്പാട് തെസ്സലോനിക്കയിലെ? മേഘങ്ങളിൽ എടുക്കപ്പെടും കാർമേഘം. ഗംഭീരമായ മഹാഗംഭീരമായ കാഹളധ്വനി. എന്തൊക്കെയുണ്ട്? കാഹളധ്വനിയുണ്ട്, മേഘമുണ്ട്, കൂട്ടത്തിൽ എന്തുണ്ട്? ഇടിയും മിന്നലും മുഴക്കമുണ്ട്, വലിയ മുഴക്കമുണ്ട്. ഇതൊക്കെ തന്നെ അല്ലേ തെസ്സലോനിക്ക ലേഖനത്തിലുള്ളത്? കർത്താവ് ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, മേഘം, എടുക്കപ്പെടുക, ഇറങ്ങി വരിക. ഇതൊക്കെ തന്നെ അല്ലേ? പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായിട്ടാണ് ഞാൻ ബൈബിൾ പ്രസംഗിക്കുന്നത്. എനിക്ക് ഒരു ആഗ്രഹം ആളുകൾ തെറ്റിക്കാൻ ആഗ്രഹമില്ല. ഇത് ട്രൂത്താണ്. അപ്പൊ ഓൾഡ് കവനന്റിൽ ഇതെന്താ സംഭവം? ദൈവം ജനത്തോട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരിക, സീനായിൽ ഇറങ്ങി വരിക. അപ്പം ആ ഇറങ്ങി വരുമ്പോൾ എന്തൊക്കെയാ സംഭവിച്ചത്? കാഹളധ്വനി, മഹാഗംഭീരമായ കാഹളധ്വനി, കാർമേഘം, ഇടിമിന്നല്, മുഴക്കം, ഇടിമുഴക്കം. ജനമെല്ലാം ഇതൊക്കെ കേട്ട് പാളയത്തിലെ ജനമെല്ലാം നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിന്റെ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. എന്തോടുത്ത ചിത്രം? ആ ചിത്രം ശ്രദ്ധിച്ചു നോക്കിയേ. ചിത്രം ഇത്രയേ ഉള്ളൂ. സീനായിൽ ഉടമ്പടി ചെയ്യാൻ പ്രപഞ്ചത്തിന്റെ നാഥനായ യഹോവയായ ദൈവം പർവ്വതത്തിന് മുകളിൽ ഇറങ്ങുന്നു. പർവ്വതത്തിനകത്ത് തീ കത്തുന്നു, വലിയ കാഹളം ധ്വനി മുഴങ്ങുന്നു, വലിയ മുഴക്കം ഉണ്ടാകുന്നു, കാർമേഘം അവിടെ വരുന്നു, ഇടിമിന്നൽ ഉണ്ടാകുന്നു. അപ്പം പ്രകൃതിയിൽ തന്നെ ഒരു വലിയ ചലനങ്ങൾ, വലിയ ശബ്ദം ഉണ്ടാകുന്നു. ഇത് തന്നെ അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്? ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം ജീവനോട് ശേഷിക്കുന്ന നാം അവനെ എതിരേൽക്കാൻ പോകുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം നമുക്കറിയാം, മോശയെ വിളിക്കുന്നു, ദൈവം കൽപ്പലക കൊടുക്കുന്നു, ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട്. ഇസ് റൈറ്റ്? ആ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അടുത്ത ഭാഗം പോകുന്ന നേരെ 24-ാമത്തെ അധ്യായത്തിലാണ്. 24-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, ഈ സംഭവമൊക്കെ കഴിഞ്ഞു, പ്രമാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നേരെ ദൈവം വീണ്ടും മോശ താഴെ ഇറങ്ങി വരുന്നു, ജനത്തെ ശുദ്ധിക്കും. ദൈവം മുകളിലോട്ട് കയറിപ്പോയിട്ട് ദൈവം എന്ന് പറയാൻ പറയുന്ന അടുത്തൊരു കാര്യം നോക്കി. ഇതിനകത്ത് രണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറഞ്ഞ് ഒറ്റ ജനം അടുത്ത് വന്നേക്കരുത്, അത് പഴയ നിയമത്തിന്റെ ചിത്രം. ഒറ്റ മനുഷ്യൻ അടുത്ത് വന്നേക്കരുത്, ഒരെണ്ണം പർവ്വതത്തോടരുത്. ദാറ്റ് ഇസ് ഓൾഡ് കവനന്റ്. എന്നാൽ അതേ സമയം തന്നെ ആ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ വരുമ്പോൾ തമ്പുരാൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യേ, നീയും അഹരോനും, 1-ാം വാക്യം 24:1 മുതൽ, നീയും അഹരോനും നാദാബും അബീഹുവും 4 പേര്
ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്തു നിന്ന് നമസ്കരിപ്പി. അടിപൊളി. സോറി, 19 പറയുകയാണ്, ആരും വന്നേക്കരുത്, മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും അവനെ എറിഞ്ഞു കൊല്ലുകയോ അമ്പ ചെയ്ത് കൊല്ലുകയോ ചെയ്തു, ഒറ്റയൊരുത്തം പർവ്വതത്തെ തൊടാൻ പാടില്ല. ദാറ്റ്സ് എ പിക്ചർ ഓഫ് ദ ഓൾഡ് കവനന്റ്. ഒറ്റാളും വന്നേക്കരുത്. ന്യൂ കവനന്റിന്റെ ചിത്രം കൂടി ഇവിടെ കൊടുത്തേക്കുക. 2 ചിത്രമാണ്. 24 വന്നപ്പോൾ പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നീയും അഹരോനും അബിനാബും നാദാബും എന്ത് ചെയ്യണം, അബിഹൂവും നാദാബും 70 മൂപ്പന്മാരും കൂടെ എൻ്റെ അടുക്കിലേക്ക് കയറി വരണം. മോശ മാത്രമേ യഹോവയുടെ അടുത്ത് വരട്ടെ, അവർ അടുത്ത് വരരുത്, എല്ലാവരും കയറി വരാനുള്ള അവസരം കൊടുത്തു. ജനം അവരോടുകൂടെ കയറി വരികയും വരരുത്. ഓക്കെ, അപ്പൊ ഇവിടെ ജനത്തിന്റെ റെപ്രസെന്റേറ്റീവ് വൈസ് അഹ്റോനുണ്ട്, നാദാബുണ്ട്, അബിഹു ഉണ്ട്. 70 മൂപ്പന്മാർ ആരെയാണ് കാണിക്കുന്നത്? ന്യൂ കവനന്റ് റെവലേഷൻ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, 70 എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് പഴയ നിമിത്തത്തിലും കാണാൻ പറ്റും, പുതിയ നിമിത്തത്തിലും കാണാൻ പറ്റും. 70 എന്ന് പറയുന്നത് നേഷൻസ്, അതായത് ജാതികൾ, നേഷൻസിന്റെ സംഖ്യയാണ് 70. അതായത് പഴയ നിയമത്തിൽ ഇസ്രായേൽ യഹോവയുടെ അംശവും യാക്കോബ് ഗൃഹം അവന്റെ അവകാശമായി മാറുമ്പോൾ ഈ ഇസ്രായേൽ മക്കളുടെ സംഖ്യക്കൊത്തവണ്ണം എന്ന് ഒരു വാക്യമുണ്ട്. നമ്മൾ ആവർത്തന പുസ്തകം 32:8 വായിക്കാൻ പറ്റും. ആ സംഖ്യക്കൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥം. ഒന്ന്, ദൈവദൂതന്മാരുടെ സംഖ്യക്കൊത്തവണ്ണം എന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ സംഖ്യക്കൊത്തവണ്ണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് പോയപ്പോൾ എത്ര പേരായിരുന്നു? ഇസ്രായേൽ ഗ്രഹം, യാക്കോബിന്റെ ഗ്രഹം 70 പേരായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ബൈബിളിന്റെ മറ്റ് ഇതര റഫറൻസ് ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഈ യഹോവയായ ദൈവത്തിന് 70 പുത്രന്മാരുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ യോബിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നത്. അവൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ദൈവപുത്രന്മാർ ആർത്തുന്നു. അപ്പൊ ദൈവപുത്രന്മാരുടെ സംഖ്യ 70. ഈ 70 ദൈവം ഈ ഭൂമി എന്ത് ചെയ്തത്? ഭൂമിയെ വിഭാഗിച്ച് ജാതികൾക്ക് കൊടുത്തത്. അത് നമ്മൾ ഉൽപ്പത്തി 10 കാണാൻ പറ്റും. 70 രാജ്യങ്ങളുണ്ടായി. 70 ഭാഷയായിട്ട് 11-ാം അധ്യായത്തിൽ ഇത് ചിതറിപ്പോകുന്ന കാണാൻ പറ്റും. അപ്പൊ 70 എന്ന് പറഞ്ഞാൽ നേഷൻസിനെയാണ് കാണിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുകൊണ്ടാണ് മിശിഹാമ്പരൻ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തിട്ട് പിന്നെ 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഇതിനെ 12 പേരെ 12 പേരെന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാരെ യഹൂദഗ്രഹത്തെ, ലോകത്ത് ചിതറിക്കിടക്കുന്ന യഹൂദഗ്രഹത്തെ, ശേഷിപ്പിനെ പെറുക്കിയെടുക്കാൻ വേണ്ടിയാണ്, വലവീശി പിടിക്കാൻ വേണ്ടിയാണ്. അതിന് ഫിഷേഴ്സ് ഓഫ് മാൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന്. അങ്ങനെ ഇസ്രായേലിലെ ഗ്രഹത്തിൽ കാണാതെ പോയതിനെ പിടിക്കാൻ വേണ്ടിയായി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അതേസമയം 70 പേരെ തിരഞ്ഞെടുത്തത് ജാതികളെ പിടിക്കാൻ വേണ്ടിയാണ്, നേഷൻസ്. ദൈവത്തിന് യഹൂദന്റെ മാത്രമായ ദൈവം അല്ലാതെ, ഹീസ് എ ഗോഡ് ഓഫ് ഓൾ ക്രിയേഷൻ. സോ ഓൾഡ് ടെസ്റ്റമെന്റും ദൈവത്തിന്റെ ആ മഹാകാരുണ്യത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ 70 മൂപ്പന്മാരെന്ന് പറയുന്നത് ജാതികളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. മോശയും അഹരോനും പൗരോഹിത ലോകത്തിന്റെയും മറ്റുപേര് സാമാന്യ ജനത്തിന്റെയും യഹൂദന്മാരുടെ റെപ്രസെന്റേറ്റീവ്സ്. ഇവര് എന്ത് പറയാ? കയറി വരാൻ പറയുക ദൈവം, നിങ്ങൾ മേളിലോട്ട് കയറി വാ. അപ്പം ഇവരെ മേളിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ അത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ, താഴോട്ട് വരുമ്പം ദൈവത്തിന്റെ തേജസ് ഇവിടെ വെളിപ്പെടുന്നു. ഇസ്രായേൽ മക്കളെ 4-ാം വാക്യം, മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അധികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ യാഗപീഠവും ഇസ്രായേലിൽ 12 ഗോത്രങ്ങളുടെ സംഖ്യ തന്നു, 12 തൂണും പണിതു. പിന്നെ അവർ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാനയാഗമായി കാളകളെ അർപ്പിച്ചു. മോശ രക്തത്തിൽ പാതി എടുത്ത് പാത്രത്തിൽ ഒഴിച്ച് രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കാണുക വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഇത് ഓൾഡ് കവനന്റിന്റെ സ്ഥാപന, ബ്ലഡ് എടുത്ത് തളിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ദൈവം സീനായിൽ ഇറങ്ങുന്നു, വിശുദ്ധന്മാർ പർവ്വതത്തിലോട്ട് കയറുന്നു. എന്നിട്ട് അതിന് യഹൂദന്മാരുടെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, ജാതികളുടെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. 70 എന്ന് പറയുന്ന സംഖ്യക്കത്തോണമുള്ള മൂപ്പന്മാരും ഉണ്ട്. അവർ കയറി ചെല്ലുന്നു. ദൈവം എന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് ഉടമ്പടി ഇവരോട് സ്ഥാപിക്കുന്നു. ആ ഉടമ്പടിയുടെ പുസ്തകത്തിൽ മോശ നിയമ രക്തത്തെ തളിക്കുന്നു. ഇതല്ലേ ചിത്രം? ഇതാണ് ചിത്രം. അപ്പം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, അനന്തരം യഹോവ മോശ അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാർ 70 പേരും കൂടെ കയറി ചെന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. എന്തോ ഒരു മനോഹരമായിട്ടാണ്. നോക്കിയത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഓൾഡ് കവനന്റ് മനസ്സിലാക്കാതെ നമ്മൾ പുതിയ നിയമത്തെ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ അനാവശ്യ വ്യാഖ്യാനങ്ങളിൽ പോകുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അവര് ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടിട്ട് എന്ത് ചെയ്തു? ഭക്ഷണങ്ങൾ കഴിച്ചു എന്ന്.
അപ്പൊ എന്താ സംഭവം? ഇവിടെ ദൈവം ഇറങ്ങി വരുന്നു, വലിയ മുഴക്കമുണ്ട്, കാഹളം ധ്വനിക്കുന്നു, മേഘമുണ്ട്. ഇവിടെ നിന്ന് ദൈവത്തിന്റെ ജനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇസ്രായേലിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ജാതികളുടെ റെപ്രസെന്റേറ്റീവ് ആളുകൾ മുകളിലോട്ട് കയറി ചെല്ലുന്നു. അവർ അവിടെ ഇരുന്ന് ദൈവത്തോട് കൂടെ ഇരുന്ന് എന്ത് കഴിക്കുന്നു? ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കൂ, ഇതെന്താ സംഭവം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? ഓൾഡ് കവനന്റ് സ്ഥാപിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നു, ജനം മുകളിലോട്ട് കയറി ചെന്നു. ജനം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രമാണിമാർ. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിലും പറഞ്ഞേക്കുന്നത് എന്താണ്? കർത്താവ് ഗംഭീരനാഥത്തോട് ഇറങ്ങി വരും, മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇറ്റ്സ് ദ മീനിങ്. പുറപ്പാട് പുസ്തകം 19-24 അധ്യായം പഴയ നിയമത്തിന്റെ ചിത്രമാണെങ്കിൽ, കർത്താവ് ഗംഭീരനാഥത്തോട് വരുന്നത്, ദൂതന്റെ ശബ്ദത്തോട് വരുന്നത്, കാഹളധ്വനിയോട് വരുന്നത് പുതിയ നിയമം സ്ഥാപിക്കാനാണ്. അപ്പൊ പുതുനിയമത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമായത് കർത്താവ് ഗംഭീരനാഥത്തോട്. അല്ലാതെ ഈ ചർച്ചിനെ എടുത്തുകൊണ്ട് പോകാൻ വരുന്നതല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് ഗംഭീരനാഥത്തോടെ ഇറങ്ങി വരുന്നത്, കാഹളധ്വനിയോട് വരുന്നത്, ദാറ്റ് ഈസ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ കവനന്റ്. അതല്ലേ സെക്കൻഡ് കമ്മിങ്ങിലെ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ പുതിയ നിയമം സ്ഥാപിക്കപ്പെടുന്നേ. നിങ്ങൾ ഇതിനെ ഭാവിയിൽ എന്നോ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞ് ജനത്തെ കളിപ്പിക്കാതെ പ്ലീസ്. അത് പുതിയ നിയമം ഏതോ ഭാവി സംഭവിക്കേണ്ട. പുതിയ നിയമം യേശുവിന്റെ 2ാം വരവിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. കാരണം പഴയ നിയമം നീങ്ങിപ്പോകുന്നത് ഈ കർത്താവിന്റെ 2ാം വരവില്ല. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകണം. പോകുമ്പോൾ മാത്രമേ പുതിയ ആകാശവും പുതിയ ഭൂമിക്കും വരാൻ പറ്റത്തുള്ളൂ. പഴയ നിയമം നീക്കം വരുത്തിയിട്ട് പുതിയ നിയമം സ്ഥാപിക്കപ്പെടുന്ന ചിത്രമാണ് ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. അതെന്താ സംഭവിച്ചത്? കാഹളം എന്ന് വെച്ച് മരിച്ചവർ ഏതായി? മരിച്ചവര് പഴയ നിയമത്തില് മരിച്ചുപോയവരാ. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ഹേഡീസിലാണ്, അവർ പാതാളത്തിന്റെ അടി. അവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം എന്ത് ചെയ്യും? എടുക്കപ്പെടും. എടുക്കപ്പെടുന്ന പഠിച്ച മീനിങ് എടുക്കപ്പെടുക എന്ന് പറയുന്നത് എടുത്തുകൊണ്ട് പോകുന്നല്ല പ്രിയപ്പെട്ടവരെ. ദാറ്റ് ഈസ് എലിവേഷൻ, എലിവേറ്റ് ചെയ്യുക. അതിന്റെ അർത്ഥം അവിടെ ഓൾഡ് ഗവൺമെന്റ് കിടക്കുന്ന ജനമുണ്ട്. ആദ്യം മനസ്സിലാക്കണം, ചർച്ച് ഒരു സൈഡിൽ പണിയുന്നുണ്ട്, ഓൾഡ് ഗവൺമെന്റ് പീപ്പിൾ ഉണ്ട്. ആ ജനം പൂർണ്ണമായിട്ട് ഓൾഡ് ഗവൺമെന്റ് മാറിയിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് പോലും പറയുന്നുണ്ട്, എനിക്ക് ക്രിസ്തുവിനെ നേടണം, എനിക്ക് നീതി പ്രാപിക്കണം, എനിക്ക് നിത്യജീവന് വേണ്ടി ഞാൻ ഓടുക. അതൊക്കെ ഓൾഡ് ഗവൺമെന്റ് ആളുകൾ ക്രിസ്തുവിന്റെ വരവിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ഈ താഴ്ന്ന നിലവാരത്തിൽ കിടന്ന ആളുകളെ എലിവേറ്റ് ചെയ്ത് ഇവിടെ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന, മേഘം എന്തിനാണ് കാണിക്കുന്നത്? ഗ്ലോറി ഓഫ് ഗോഡ്. മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന പറഞ്ഞാൽ ദേ ആർ എലിവേറ്റഡ് ടു ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഹയർ പൊസിഷനിലേക്ക് അവരെ എലിവേറ്റ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും എന്ത് പറയുന്നത് എടുത്തോണ്ടങ്ങ് മേളിലോട്ട് പറത്തിക്കൊണ്ട് പോകുന്ന കഥയല്ല ഇത്. അത് ന്യൂ കവനന്റ് സ്ഥാപിക്കപ്പെടുന്നു. ഓൾഡ് കവനന്റ് എന്ന താഴ്വാരത്തിലെ ലോവർ ലെവലിലുള്ള ആളുകളെ ന്യൂ കവനന്റിലേക്ക് എലിവേറ്റ് ചെയ്യുന്നു. ഓൾഡ് കവനന്റ് വന്നപ്പോഴും കാഹളധ്വനിയുണ്ട്, ശബ്ദമുണ്ട്, മേഘമുണ്ട്, മിന്നലുണ്ട്, ഭൂകമ്പമുണ്ട്, എല്ലാം ഉണ്ട്, ശബ്ദത്തും കോലാഹലമുണ്ട്. അതിന് നടുവിൽ ദൈവം ഇറങ്ങുന്നു, കുറച്ചു പേര് മുകളിലോട്ട് കയറി പോകുന്നു. ന്യൂ ടെസ്റ്റമെന്റ് സംഭവിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. കർത്താവ് തന്റെ കാഹളധ്വനിയോടുകൂടെ വരുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവനോടിരിക്കുന്നവരും മരിച്ചുപോയവരെയും വീണ്ടും ദൈവരാജ്യം എന്ന പർവ്വതത്തിന്റെ മുകളിൽ, സീനായി എന്ന് പറഞ്ഞാൽ പർവ്വത, ഓൾഡ് ഗവൻ പർവ്വതം എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ആണ്. അത് മനസ്സിലാക്കണം. ദ മൗണ്ടൻ റെപ്രസെന്റ്സ് ദ കിങ്ഡം. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡിന്റെ പർവ്വതത്തിന്റെ മുകളിൽ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? പഴയ നിയമത്തിൽ മരിച്ചുപോയവരെയും പുതിയ നിയമത്തിൽ ജീവനോടിരിക്കുന്നവരെയും രണ്ടുപേരെയും ഉയർപ്പിച്ച് ജീവനോടെ പുതിയ നിയമം എന്ന പുതു രാജ്യത്തിലേക്ക് യുണൈറ്റഡ് ആക്കുക, ഒന്നാക്കി മാറ്റുക. പഴയ നിയമം പുതിയ കൂടെ. അതുകൊണ്ടാണ് പുത്തൻ യെരൂശലേമിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്? പഴയ നിയമത്തിലെ ആളുകളെയും കാണുന്നുണ്ട്, പുതിയ നിയമത്തിലെ ആളുകളെയും കാണുന്നുണ്ട്. പുതിയ നിയമസഭയെന്ന് മാത്രമല്ല, അതിന്റെ അടിത്തറ അപ്പോസ്തലന്മാരാണ്. അതിന്റെ ഗോപുരങ്ങൾ പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റവരെ എന്ത് ചെയ്തു? പുതുനിയമ സ്ഥാപനത്തിനായിട്ട് പുതിയ പുത്തൻ യെരൂശലേമിന്റെ ഭാഗമാക്കി ഉയർപ്പിക്കുന്നു. ഇവരും കൂടെ ചേർന്നാണ് പുതിയ യെരൂശലേം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും വരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത് ന്യൂ കവനന്റിന്റെ സ്ഥാപനമാണ്. ദയവ് ചെയ്ത് ചെവിയുള്ളവർ കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങളും ഞാനും ഈ ആവശ്യമില്ലാത്ത കാര്യം കേട്ട് വരുന്നു പറഞ്ഞിട്ട് ചത്തുപോത്തേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, ചത്തുപോത്തേ ഉള്ളൂ. നിങ്ങൾ ജീവനോടങ്ങ് മുകളിലോട്ട് പോകുന്നുള്ള പ്രതീക്ഷ വിടുക.
ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളവും പുതുനിയമ സ്ഥാപനമാണ്. അത് പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ പറോസിയലാണ്. മനസ്സിലായോ? പഴയ നിയമം ക്യാൻസൽ ചെയ്ത് യേശുവിന്റെ മരണത്തിലും പുതിയ നിയമം പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ടത് യേശുവിന്റെ പറോസിയലാണ്, യേശുവിന്റെ സെക്കൻഡ് കമ്മിങ്ങിലാണ്. സെക്കൻഡ് കമ്മിങ് വന്നാൽ മാത്രമേ പഴയ നിയമം നീങ്ങിപ്പോകത്തുള്ളൂ, ദേവാലയം നീങ്ങിപ്പോകത്തുള്ളൂ, പുരോഹിതൻ നീങ്ങിപ്പോകത്തുള്ളൂ. അത് നീങ്ങിപ്പോയാൽ മാത്രമേ പുതിയ നിയമം സ്ഥാപിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. പഴയ നിയമം എന്ന ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകാതെ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന പുതു നിയമം സ്ഥാപിക്കപ്പെടാൻ പറ്റില്ല. ദയവായിട്ട് ഇത് മനസ്സിലാക്കണം. അല്ലാതെ ഈ മേളിൽ എന്തോ കാഹളം കേൾക്കാൻ പോകുന്നു, നമ്മൾ പറക്കാൻ പോകുന്നുള്ള മൂഢമായ വെറുതെയുള്ള വിഡ്ഢിത്തരങ്ങൾ. ഞാനിത് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാരണം ഇവരെന്നെ കുറെ വർഷങ്ങൾ കളിപ്പിച്ച് ഇത് പറയുന്ന എന്നെ ദുരുപദേശകനും മഹാദ്രോഹിയും എന്തോ വലിയ രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഇവര് ഈ ആളുകൾ എന്തൊക്കെയാ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞത് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്നു. സോറി, സത്യമായിട്ട് ഞാൻ പറയാം. അതായത് ഈ പൊട്ടത്തരം വിശ്വസിച്ചുകൊണ്ടിരിക്കരുത് പ്ലീസ്. കാഹളം തൊലിക്കും നാം പറഞ്ഞു, ചുമ്മാ ഒന്നുമില്ല അങ്ങനെ അത് പുതിയ നിയമം സ്ഥാപിക്കപ്പെടാൻ വേണ്ടി ക്രൈസ്റ്റ് വന്ന് AD 70 സംഭവിച്ച കാര്യമാണ്. എനിക്ക് നല്ല ധൈര്യത്തോടെ പറയാൻ പറ്റും, ഉറപ്പോടെ പറയാൻ പറ്റും. ഇത് ഓൾറെഡി ഹാപ്പൻഡാണ്, സംഭവിച്ചതാണ്. ഉൽപ്രാപണം എന്ന് പറയുന്നത് എലിവേഷനാണ്. ഓൾഡ് കവനന്റ് സിസ്റ്റത്തിൽ നിന്ന് ന്യൂ കവനന്റിലേക്ക് വിശുദ്ധന്മാർ ഉയർത്തപ്പെടുകയാണ്. മേഘങ്ങൾ എന്ന് പറയും, മേഘത്തിൽ എടുക്കപ്പെട്ടു. യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോയി? മേഘം അവനെ മൂടി. ദാറ്റ്സ് എ ഗ്ലോറി ഓഫ് ഗോഡ്. അത് ഓൾഡ് കവനന്റ് ടൈപ്പോളജി നിങ്ങൾ മനസ്സിലാക്കണം. മേഘം എന്തെന്ന് മനസ്സിലാക്കാൻ കൂടെ നമ്മുടെ ആകാശം, നമുക്ക് ആകെ അറിയുന്ന മേഘം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള കാർമേഘം. ഇതല്ല പ്രിയപ്പെട്ടവരെ, ദാറ്റ്സ് എ ഗ്ലോറി ഓഫ് ഗോഡ്. ദി പീപ്പിൾ ആർ എലിവേറ്റഡ് ടു ദ ഗ്ലോറി. മേഘങ്ങളിൽ എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാത്തിനും കൊടുത്ത് എന്റെ സഹോദരന്മാർ, ഈ മേഘം എത്ര ദൂരമുണ്ട്? നിങ്ങൾ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവരല്ലേ, മേഘത്തിന് എത്ര ഹൈറ്റിൽ മേഘമുണ്ട്? ഇവിടെ ഒരു 30,000 അടിയൊക്കെ മേളിൽ പോകുമ്പോൾ മേഘം, അതിന് മേളിൽ മേഘം ഇല്ല. ഒരു 40,000 50,000 അടി മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മേഘം ഇല്ല സാറേ. അപ്പൊ മേഘങ്ങൾ എടുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ എന്നെ കൂടെ ഈ 30,000 അടി മുകളിൽ കൂടെ മേഘത്തിനകത്ത് കൊണ്ടിരുത്തുവോ? എന്തുവാ ഇതൊക്കെ പറയുന്നത്? ഇതൊരുമാതിരി ഡാക്കിനിയുടെയും ലുട്ടാപ്പിയുടെയും ഒക്കെ കഥ പോലെയാ തോന്നുന്നു. ഒരു ലോജിക്ക് വേണ്ടേ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ? നമ്മൾ ദൈവദാസന്മാരെ, യേശുവിന്റെ മാർഗ്ഗം സത്യമാർഗമാണ്, യേശുവിന്റെ മാർഗ്ഗമാണ് യഥാർത്ഥ സത്യമാർഗം. ഈ സത്യമാർഗം സത്യമായിട്ടല്ലേ പഠിപ്പിക്കേണ്ടത്? ഒരു ലോജിക്ക് പറയുന്നതിനകത്ത് ഒരു വല്ലാത്തത് വേണ്ടേ? ഇതിപ്പം ഇല്ലേ, ഹനുമാനാണോ ഏതോ ഒരുത്തൻ, ഹനുമാനിലും മരുത്വ മല എടുത്തോണ്ട് പോയെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ട്. പറ്റത്തില്ലേ? പറ്റും, അവരുടെ ഹനുമാൻ അത് പറ്റും. പക്ഷെ ലോകത്തെ ഏതെങ്കിലും ഒരാൾക്ക് മല എടുക്കാൻ പറ്റും? പറ്റത്തില്ല. അപ്പൊ ഇതുപോലെ നമ്മൾ എന്താ ഊഹാഭോഗം പറയുകയാണോ ക്രിസ്തുവിന്റെ മാർഗം? എല്ലാവരെയും കൂടെ പറത്തിക്കൊണ്ട് പോകും, വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നു, വിമാനം തലയും കുത്തി താഴെ വീഴുന്നു, ട്രെയിൻ പാളം തിന്ന് ട്രെയിന് പോകുന്നു. കാരണം ട്രെയിനിന്റെ ക്യാപ്റ്റൻ എന്ത് പറയുന്നത്, അയാള് രക്ഷിക്കപ്പെട്ട ആളായതുകൊണ്ട് അങ്ങനെ പറന്നു പോയപ്പം ട്രെയിൻ വഴിക്ക് പോയി. എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത്, എന്തൊക്കെ ഈ പറയുന്നത്? ഇതിന് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു നിർത്താം. ഞാൻ എല്ലാ മെസ്സേജിനിടയ്ക്ക് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്ന് പറയുമ്പോൾ, നമ്മൾ എത്ര നല്ലത് പറഞ്ഞാലും നമുക്ക് കുറ്റപ്പെടുത്തലേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യമൊന്നും ഇപ്പം എന്നെ ചുമ്മാ തടന്ന് ചെളിവാരി എറിയോ. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവൻ മഹാദുഷ്ടനായ ദുരുപദേശകനാണ് ജോൺ ലോറൻസ്. ജോൺ ലോറൻസ് കേട്ടാൽ വിറയ്ക്കണം. നീയൊക്കെ 100 വർഷം 120 വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ചീട്ട് കൊട്ടാരത്തിന്റെ അടിത്തറ ഞാൻ പൊളിക്കും. നീ നോക്കും, പൊളിക്കും. കാരണം നിങ്ങൾ ജനത്തെ കളിപ്പിക്കുക, നിങ്ങൾ ജനത്തെ വഞ്ചിക്കുക. അടുത്തൊരു തലമുറ എഴുന്നേറ്റ് വന്ന് നിന്നെയൊക്കെ പിടിച്ചു നിർത്തും. നോക്കും, എന്തായാലും സത്യം പറയുന്നവരെ ഉടനെ അവർ ദുരുപദേശകന്മാർ, കള്ളന്മാരാണ്, അന്തിക്രിസ്തുവാണ്. എനിക്ക് കിട്ടിയ പേരൊക്കെ ഇഷ്ടം പോലെ പേരുണ്ട്. അന്തിക്രിസ്തു, എതിർ ക്രിസ്തു, ദുരുപദേശകൻ. എനിക്ക് ചിരി വരും. പുസ്തകം പോലും വായിക്കാത്ത ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടോന്ന് ചോദിച്ചാൽ അത് 56 66 അറിയാത്തില്ലെന്ന് പറഞ്ഞാൽ കക്ഷത്തിൽ ബൈബിൾ ഇരിക്കുന്ന ഊദേശിയാണ് നമ്മളെ കുറ്റപ്പെടും. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇത് കർത്താവ് ഗംഭീരനാദത്തോടെ വരിക എന്ന് പറയുന്നത്, കാഹളധ്വനി എന്ന് പറയുന്നത് കവനന്റിന്റെ സ്ഥാപനം. ഇത് എവിടെ എഴുതിച്ചിട്ടുണ്ട്? പഴയ നിയമം വെളിപ്പെട്ടതും ഇതേ ഒരു സന്ദർഭത്തിലാ. പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താൻ പോവാം. നിങ്ങൾ പുറപ്പാട് എബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് വന്നിട്ട്, എബ്രായ ലേഖനം 12 വാ. അവിടെ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 18 പോലെ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിൽ മേഘം, കൂരിരുട്ട്,
കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതെന്തോ സംഭവം? ഓൾഡ് കവനന്റ്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനം തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതത്തൊട്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് കൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. എന്നിട്ട് പറയാ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന് നഗരമായി പുതിയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെ ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതേതാ? ന്യൂ കവനന്റ്. പഴയ നിയമത്തിൽ എന്തുവാ? കാഹളധ്വനി ആദ്യം ഇതെല്ലാം ഉണ്ട്. അവസാനം മൃഗത്തിന്റെ രക്തം തളിച്ച് നിയമം സ്ഥാപിച്ചു. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സ്വർഗീയ യെരൂശലേം, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ പുത്തൻ യെരൂശലേം, സിയോൻ പർവ്വതം, എന്തു പറയുന്നത്, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ, അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘം, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. അപ്പൊ പുതുനിയമത്തിൽ ഏത് രക്തമാണ്? യേശുവിന്റെ രക്തം. അടുക്കൽ അത്രേ വന്നിരിക്കുന്നത്. മനസ്സിലാന്ന് ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പോൾ ഇത് ആ പഴയ നിയമത്തിന്റെ ചിത്രമാണ്. നമ്മൾ പുറപ്പാട് 19:24 കണ്ടതെങ്കിൽ പുതിയ നിയമത്തിൽ പറയുകയാണ് പുതിയൊരു നിയമം സ്ഥാപിക്കപ്പെടാൻ പോവുക. സ്ഥാപിക്കപ്പെടുന്ന മൃഗത്തിന്റെ രക്തം കൊണ്ടല്ല, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. തീർന്നില്ല. താഴോട്ട് വായിക്കുമ്പം, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. ഇത് ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ്. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ശ്രദ്ധിക്കണേ, അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം. ഇത് നിങ്ങൾ ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ നിന്നെടുത്തുള്ള വാക്കാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം എന്താണ്? ഇസ്രായേലിനെ ന്യായം വിധിക്കുന്ന യെരൂശലേം ദേവാലയത്തെ പൊളിക്കുന്ന കഥയാണ്. ആ സമയത്ത് ഹബക്കൂക്ക് പ്രവചിക്കുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ഞാൻ ഒരിക്കൽ പൊളിച്ചു, ഭൂമിയെ ഇളക്കി, ഇനി ഞാൻ ഭൂമിയെയും ആകാശത്തെ ഇളക്കും. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാതെ നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിനെ മാറ്റം വരും എന്ന് സൂചിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം കൈകൊണ്ട് നിർമ്മിച്ചതിനെ അവസാനിപ്പിച്ചിട്ട് കൈകൊണ്ട് നിർമ്മിക്കാത്ത ഇളക്കമില്ലാത്ത ഒന്നിനെ സ്ഥാപിക്കാൻ വേണ്ടി ഇളക്കമുള്ളതിനെ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഓൾഡ് കവനന്റ് എന്ന് പറയുന്ന സിസ്റ്റം മൊത്തം നീക്കിക്കളഞ്ഞിട്ട് ഒരിക്കൽ പോലും തകരാത്ത, പൊളിയാത്ത, കൈകൊണ്ട് നിർമ്മിതമല്ലാത്ത പുതിയ നിയമം സ്ഥാപിക്കാനായിട്ട് തമ്പുരാൻ എന്ത് ചെയ്യാൻ പോവാ? ഒരിക്കൽ കൂടെ ഞാൻ ഇളക്കും എന്ന് പറയുക. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. എബ്രായരോട് പറയുകയാണ്, ദാണ്ടെ ഇളകാത്തൊന്ന് വരാൻ പോകുന്നു, കൈകൊണ്ട് നിർമ്മിതമായതെല്ലാം പൊളിഞ്ഞു പോകാൻ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സ്ഥാനം ഇത്രയേ ഉള്ളൂ. ചെറിയ വീടിക്കകത്ത് ഒരുപാട് വിശദീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുന്നത്, ഓൾഡ് കവനന്റ് നീക്കം വരിക, ന്യൂ കവനന്റ് സ്ഥാപിക്കുക. അപ്പൊ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനതോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും വരുന്നത് എന്തുകൊണ്ടാണ്? ന്യൂ കവനന്റ്, ന്യൂ കിങ്ഡം, ഇളകാത്ത രാജ്യം സ്ഥാപിക്കാൻ. ദൈവം രാജാവ് തന്റെ രാജ്യത്തിലേക്ക് വരിക. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തോടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തോടെ തന്റെ രാജ്യത്തിൽ വരുമ്പോൾ, സോ ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് ടു ദ കിങ്ഡം ആൻഡ് ഹി വാസ് എസ്റ്റാബ്ലിഷിംഗ് ദ ന്യൂ കവനന്റ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് തെസലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ വാക്യം ഇനി നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അത് ഓൾറെഡി സംഭവിച്ച കാര്യമാണ്. അത് ന്യൂ കവനന്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ആ ന്യൂ കവനന്റ് എന്ന് പറയുന്ന പുതുരാജ്യത്തിൽ ആരൊക്കെയുണ്ട്? മരിച്ചവർ പഴയ നിയമത്തിലെ ആളുകളും പുതിയ നിയമത്തിലെ എല്ലാവരും കൂടെ ചേർത്ത്, സകലരെയും കൂടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ എന്ത് ചെയ്യാണ്? എതിരേൽക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോകാന്നല്ല പ്രിയപ്പെട്ടവരെ. അവരെ ഗോഡ് ഈസ് എലിവേറ്റിംഗ്, അപ്ലിഫ്റ്റിംഗ് ടു ദ ന്യൂ കവനന്റ്. അതാണ് പൗലോസ്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര പ്രാപിക്കത്തില്ല, പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. വാക്കിനോട് വാക്കുന്ന അലാസോ എന്ന വാക്കിന്റെ അർത്ഥം മെറ്റമോഫോസിസ് എന്നല്ല, രൂപാന്തരം എന്നല്ല. അലോസോ ചേഞ്ച് ഫ്രം വെയർ ടു വെയർ. അലോസ എന്ന് പറഞ്ഞാൽ ഫ്രം ഓൾഡ് കവനന്റ് ടു ന്യൂ കവനന്റ്. കാഹളം ധ്വനിക്കുമ്പോൾ ഓൾഡ് കവനന്റിൽ ഇരുന്നവർ ഒരു കണ്ണിമിക്കുന്നതിനിടയിൽ ന്യൂ കവനന്റിലേക്ക് ചേഞ്ച് ആവും. ദാറ്റ് ഇസ് ദ ബൈബിൾ, ദാറ്റ്സ് എ ട്രൂത്ത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് changing my body and living from this earth. Nothing. It is changing from the old covenant to new covenant. Jesus came to this world on AD 70.
വിത്ത് എ ഗ്രേറ്റ് ട്രംഫറ്റ്, ദ ഗ്രേറ്റ് വോയിസ്, മഹാശബ്ദത്തോട്, ദൂതന്മാരുടെ ശബ്ദത്തോട് കാഹളത്തിനോട് വന്നത് ടു എസ്റ്റാബ്ലിഷ് ദ ന്യൂ കവനന്റ്. ദാറ്റ് കവനന്റ് ഈസ് എവർ ലാസ്റ്റിംഗ് കവനന്റ്. ഇറ്റ് വിൽ നെവർ എവർ സീസ്. ഒരിക്കലും അത് അവസാനിക്കത്തില്ല. എന്നേക്കും നിലനിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉടമ്പടി. പ്രിയപ്പെട്ടവരെ, ആ ഉടമ്പടിയിൽ ചാരി നമുക്ക് യേശുവിൻ്റെ കൂടെ ജീവിക്കാം, സ്നേഹത്തിൽ ജീവിക്കാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് നിർത്തുക. പുള്ളിപ്പുലിയും കിടാക്കളും ഒരുമിച്ച് മേയുന്ന ലോകം, അതാ ഇന്നത്തെ ലോകം. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. നമ്മളിന്ന് ദൈവത്തിൻ്റെ ജനവും അല്ലാത്തവരോട് ഒരുമിച്ച് ജീവിക്കുന്നു, ഒരേ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നു, ഒരേ വീടിനടുത്ത് താമസിക്കുന്നു. എന്ത് മനോഹരമാണ് പ്രിയരെ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ഈ ലോകത്തിൽ നമ്മൾ ഇവിടുന്ന് ഡിപ്പാർട്ട് ആകുന്നതിന് മുമ്പ് ലവ് അതേഴ്സ്. റിലീജിയൻ എല്ലായിടത്തും മാറ്റി. നോ റിലീജിയൻ. ക്രൈസ്റ്റിൻ്റെ ആളുകൾക്ക് മതമില്ല. വി ആർ ഗോഡ്സ് പീപ്പിൾ, വി ആർ സ്പിരിച്വൽ പീപ്പിൾ. എല്ലാവരെയും സ്നേഹിക്കുക. നമ്മൾ സുവിശേഷം പ്രസംഗിക്കരുത്, നമ്മൾ സുവിശേഷമായി മാറുക. ഓക്കെ. അതുകൊണ്ട് ന്യൂ കവനന്റിന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കൂടുതൽ പറയാം. മറന്നുപോലെ ഉൾപ്രാപണം എന്ന് പറയുന്നത് നമ്മളെ എടുത്തുകൊണ്ട് മോളിൽ പോകുന്നതല്ല. നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് ആളുകളെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ്. ന്യൂ കവനന്റ് സ്ഥാപിക്കപ്പെടുന്നതാണ് കാഹളധ്വനിയും മഹാഗംഭീരനാഥവും ഒക്കെ എന്ന കാര്യം മറക്കരുത്. സോ ഐ എം ജസ്റ്റ് ക്ലാരിഫൈങ് ഓൾ ദീസ് തിങ്സ് ഫ്രം ദ സ്ക്രിപ്ചേഴ്സ്. സ്ക്രിപ്ചർ ഇന്റർപ്രറ്റ്സ് സ്ക്രിപ്ചർ. ഇറ്റ്സ് നോട്ട് മൈ, എൻ്റെതല്ല. ഇറ്റ്സ് നോട്ട് മൈ എഫേർട്ട്, ഇറ്റ്സ് നോട്ട് മൈ ഓൺ ഇന്റർപ്രിട്ടേഷൻ, ഇസ് ഫ്രം ദ ബൈബിൾ ഐ എം ടേക്കിംഗ്. ബൈബിളിനെ ബൈബിൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിട്ട് മാറട്ടെ. നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് സന്തോഷമായി മാറുക. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞാൻ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു.